നമസ്കാരം. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും കേരളത്തിൽ ബി.ജെ.പി. അതിവേഗം വളരുന്നു എന്നത് ഒരു വാസ്തവമാണ്. എത്രയോ കാലങ്ങളായി 5% താഴെ വോട്ട് ബാങ്ക് ഉണ്ടായിരുന്ന ബി.ജെ.പി. അത് 20%-ലേക്ക് ഉയർത്തി. ഇന്ന് കേരളത്തിൽ CPM-ഉം കോൺഗ്രസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ബി.ജെ.പി. ആണ്. അവർക്ക് ഐത്തം പ്രഖ്യാപിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മാറി നിൽക്കുന്നതുകൊണ്ട് ഇവിടെ അധികാരമോ അതുമായി ബന്ധപ്പെട്ട മേഖലകളിലോ എത്താൻ കഴിയുന്നില്ല എന്ന് മാത്രം. മുസ്ലിം ലീഗിനേക്കാൾ, CPI-യേക്കാൾ, കേരള കോൺഗ്രസിനേക്കാൾ ശക്തമാണ് ബി.ജെ.പി. എന്ന് മറക്കരുത്. എന്ന് മാത്രമല്ല, ഒരുപക്ഷെ CPIM കഴിഞ്ഞാൽ കേഡർ സിസ്റ്റത്തിൽ ഏറ്റവും വലിയ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി ബി.ജെ.പി. തന്നെയാവും. സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുൻപ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ വളർന്നു പന്തലിച്ചുവോ അങ്ങനെയാണ് ബി.ജെ.പി. ഇപ്പോൾ കേരളത്തിൽ വളരുന്നത്. കൃത്യമായ തന്ത്രങ്ങളും നീക്കങ്ങളുമാണ് ബി.ജെ.പിയുടെ വളർച്ചയുടെ പ്രധാന കാരണം. അതിൻ്റെ അസാധാരണമായ പ്രകടനമാണ് ശക്തി കേന്ദ്രമായ പാലക്കാടോ തിരുവനന്തപുരത്തോ കാസർഗോഡോ ഒരു MP സീറ്റ് കിട്ടുന്നതിന് മുൻപ്, ഒരു നിയമസഭാ സീറ്റ് കിട്ടുന്നതിന് മുൻപ് തൃശ്ശൂർ പോലെ ഒരു സ്ഥലത്തെ MP ആകാൻ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞത്. ഇപ്പോഴിതാ അരനൂറ്റാണ്ട് നീണ്ട CPIM ഭരണം അവസാനിപ്പിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നു. വെറും ഒരു കോർപ്പറേഷൻ ഭരണത്തെ അഭിനന്ദിക്കാൻ സാക്ഷാൽ മോദി തന്നെ തലസ്ഥാനത്തെത്തിയിരിക്കുന്നു. കൃത്യമായ സ്ട്രാറ്റജി, കൃത്യമായ പരിഗണനകൾ, കൃത്യമായ നീക്കം. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ വളർച്ചയെ തടയാൻ ആരെല്ലാം ശ്രമിച്ചാലും അത് സാധ്യമല്ല. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിനറിയാം, RSSനറിയാം എങ്ങനെയാണ് ആ വിജയം ഉറപ്പാക്കേണ്ടതെന്ന്. മറ്റ് സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി. ശക്തിപ്പെട്ടതുപോലെയല്ല കേരളത്തിലെ സ്ഥിതി. ഇവിടെയുള്ള ശക്തമായ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളെ മറികടന്ന് വേണം ബി.ജെ.പിക്ക് വളരാൻ. ക്രൈസ്തവരെ കൂടെ ചേർക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ബി.ജെ.പിയുടെ അടിവേര് എന്ന് പറയുന്നത് അത് ഹിന്ദു വോട്ടുകളാണ്. എങ്ങനെ ഹിന്ദു വോട്ടുകളെ വശീകരിച്ചെടുക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി.ജെ.പിയുടെ വിജയം ഉറപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ CPM-നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബി.ജെ.പി. വളരേണ്ടത് ആവശ്യമാണ് എന്നെ പോലുള്ളവർ പറയുന്നതും രാജീവ് ചന്ദ്രശേഖരെ പോലുള്ളവർ അതിന് പരിശ്രമിക്കുന്നതും. പക്ഷെ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം, RSSന്റെ ദേശീയ നേതൃത്വം അതിന് സമ്മതിക്കുന്നില്ല, വഴങ്ങുന്നില്ല. അവർ ചെങ്കൊടി മായാതിരിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് നമുക്കൊരു പക്ഷേ മനസ്സിലായി എന്ന് വരില്ല. എന്നാൽ RSSനും ബി.ജെ.പി. നേതൃത്വത്തിനും കൃത്യമായി അറിയാം അതിൻ്റെ കാരണം. അതിന് രണ്ടുണ്ട് കാരണങ്ങൾ. കോൺഗ്രസ് പാർട്ടിയുടെ അടിവേര് പരമാവധി ഇല്ലാതാക്കുകയാണ് ഏറ്റവും പ്രധാനമെന്ന് അവർ കരുതുന്നു. അത് സാധ്യമല്ലാത്ത സാഹചര്യം കേരളത്തിലുണ്ട്. കാരണം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ കേരളത്തിൽ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു വോട്ടുകളെ ലക്ഷ്യം വയ്ക്കണമെങ്കിൽ CPM-ന് ലക്ഷ്യം വയ്ക്കണം. പക്ഷെ അത് പതിയെ മതി. വരുമ്പോൾ പരിപൂർണമായി കടപുഴകി വരണം എന്നതാണ് നീക്കം. നോക്കൂ, ഏറ്റവും ഒടുവിലത്തെ പത്മ അവാർഡ് പുരസ്കാരം CPM-ന്റെ നേതാവായിരുന്ന VS അച്യുതാനന്ദന് രാജ്യത്തെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ പത്മവിഭൂഷൺ നൽകിയിരിക്കുന്നു. CPM-ന് വേണ്ടി വിടുപണി ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകിയിരിക്കുന്നു. അനേകം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് ഓർക്കണം. സ്വന്തം സമുദായത്തിൽ പോലും ആദരിക്കപ്പെടാത്തയാൾ. അയാൾക്ക് ആദ്യം Z കാറ്റഗറി സുരക്ഷ നൽകി. എല്ലാ അഴിമതികൾക്കും തട്ടിപ്പുകൾക്കും കൂട്ടുനിന്നു. ഇപ്പോഴിതാ പത്മഭൂഷണം നൽകി ആദരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് VS അച്യുതാനന്ദനും വെള്ളാപ്പള്ളി നടേശനുമൊക്കെ കേന്ദ്ര സർക്കാർ ഈ പുരസ്കാരം നൽകുന്നത്? CPM-നെ എങ്ങനെയും സംരക്ഷിക്കേണ്ട ബാധ്യത അവർ ഏറ്റെടുത്തിരിക്കുന്നു. ചെങ്കൊടി തൽക്കാലം താഴെ വീഴേണ്ടതില്ല. അങ്ങനെ വീണാൽ അതിൻ്റെ നേട്ടമുണ്ടാക്കുക കോൺഗ്രസ് ആണെന്ന് ബി.ജെ.പിക്ക് അറിയാം. ബി.ജെ.പി. നേതൃത്വത്തിന് കേരളത്തിലെ ഗെയിം പ്ലാനിൽ വളരെ ശ്രദ്ധേയമായ ചില നീക്കങ്ങളുണ്ട്. 2020-യെ അവർ കൂടെ കൂട്ടിയിരിക്കുന്നു. ക്രൈസ്തവ വിഭാഗത്തിലേക്കുള്ള ചേക്കേറലിന്റെ ഭാഗമാണിത്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗമായിരിക്കും ഏറെ വൈകാതെ ബി.ജെ.പിയിലേക്ക് എത്തുക. ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നവർ പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ബി.ജെ.പിയെ പിന്തുണയ്ക്കും എന്നും തീർച്ചയാണ്. അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഒരു വശത്ത് ശക്തമായി നടക്കുന്നു. ശശി തരൂരും കൂട്ടരും CPM-ലേക്ക് പോകുന്നു എന്ന് പറയുന്നത് വ്യാജമായ പ്രചരണമാണ്. ഇത്തരത്തിൽ പല നീക്കങ്ങളും മറുഭാഗത്ത് നടക്കുമ്പോൾ തന്നെ CPM-നെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാൻ ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത് വളരെ കൃത്യമായ പദ്ധതിയോടെയാണ്. അരുൺ സോമനാഥൻ എന്ന സംഘപരിവാർ നിലപാടുള്ള സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ഇങ്ങനെ എഴുതുന്നു: CPM BJP ഡീൽ എന്നെങ്ങാനും മിണ്ടിയാൽ പരിഹസിക്കുന്ന ചില സംഘി സുഹൃത്തുക്കളുണ്ട്.
ചിലർ വികാരം കൊണ്ടുകൊണ്ട് എത്രയോ സ്വയം സേവകരെ കൊന്നവരാണ് CPMകാർ. അവരോട് കൂട്ടുകൂടുകയോ എന്നൊക്കെ ദേഷ്യത്തോട് ചോദിക്കാറുണ്ട്. എന്നോട് ചൂടായിട്ട് എന്ത് കാര്യം? ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം പറഞ്ഞതല്ലേ ഉള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുക. അങ്ങനെ ഒരു നീക്കുപോക്കുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇല്ലെന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ മാനിക്കുകയും ചെയ്യുന്നു. ഇപ്പം CPM നോമിനികളായവർക്കെല്ലാം പത്മ പുരസ്കാരങ്ങൾ വാരിക്കോരി കൊടുത്തപ്പോൾ വണ്ടറടിക്കുന്ന നിരാശരായ സുഹൃത്തുക്കളെയാണ് FBയിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ നിരാശരാകേണ്ട കാര്യമില്ല. കാരണം ജീവൻ കൊടുത്ത പ്രസ്ഥാനം രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ്. അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ രാഷ്ട്രീയ സ്വയം സേവക സംഘമാകാൻ പറ്റില്ല. സംഘത്തിന്റെ വിശാല താല്പര്യങ്ങളെ ഹനിക്കുന്ന തരത്തിൽ BJP പോയാൽ സംഘം തന്നെ എതിരാകുമെന്നേ ഉള്ളൂ. മാതൃസംഘടന എന്നത് മാതാവിന്റെ താല്പര്യങ്ങൾ മക്കളിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നല്ലല്ലോ. കുടുംബത്തിന്റെ പരിവാറിന്റെ താല്പര്യങ്ങൾ അനുസരിച്ച് മക്കൾ പ്രവർത്തിക്കുക എന്നേ ഉള്ളൂ. CPM അധികാരത്തിൽ വരുന്നതിനാണ് BJPയുടെ താല്പര്യമെന്ന് മുൻപേ പറഞ്ഞിരുന്നു. അപ്പോൾ കമ്മിച്ചാപ്പ അടിച്ച് തന്നവരൊക്കെ പ്ലീസ് സ്റ്റെപ്പ് ബാക്ക്. വെള്ളാപ്പള്ളി നടേശന് പത്മ പുരസ്കാരം കൊടുത്തിരിക്കുന്നത് ഹിന്ദുത്വ പ്രവർത്തനങ്ങൾക്കൊന്നും ആയിരിക്കില്ല എന്നുറപ്പാണ്. അത് CPMുമായി ഒരു പാലമിടാൻ സഹായിച്ചതിനായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പാലത്തിന്റെ ഉറപ്പാണ് VS അച്യുതാനന്ദനുള്ള പത്മ. ഇതിൽ നിന്ന് സന്ദേശം ഉൾക്കൊള്ളുന്ന BJPക്കാർ ചെയ്യേണ്ടത് എന്തെന്ന കാര്യം വ്യക്തമാണ്. അതൊരു പോസ്റ്റായി ഇട്ടതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് രാഷ്ട്രീയ സന്ദേശങ്ങൾ ഇൻഡയറക്റ്റായി ഈ രാഷ്ട്രീയക്കാർ നമ്മളിലേക്ക് നൽകാനാവുക? രാഷ്ട്രീയത്തിൽ ആരും സ്ഥിര ശത്രുക്കളല്ല എന്നാണ് ഈ രാഷ്ട്രീയക്കാർ തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന പ്രമാണം. ഇതൊക്കെ കണ്ടും നിരീക്ഷിച്ചും ഉചിതമായ തീരുമാനങ്ങൾ വിശാല ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് എടുക്കുക എന്ന് നമുക്ക് ചെയ്യാനാവൂ. അക്കാര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിയാണ് എൻ്റെ മാതൃക. ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമാണ്. എന്നാൽ അരുൺ സോമനാഥൻ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ. പല സംഘപരിവാറുകാരും കരുതുന്നത് BJPയുടെ നീക്കം CPMന് വീണ്ടും അധികാരത്തിലെത്തിച്ച് കോൺഗ്രസിനെ പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണെന്നാണ്. ഞാൻ സംസാരിച്ച പല സംഘപരിവാറുകാരും പറയുന്നു UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിന്റെ ഭരണമായിരിക്കും, അത് ഇസ്ലാമിക ഭരണമായിരിക്കും, അതിൽ ഭേദം CPM ആണ്, അതുകൊണ്ട് CPMന് വോട്ട് ചെയ്യാമെന്ന്. എന്നാൽ മനസ്സിലാക്കുക, BJPയുടെയും RSSന്റെയും പദ്ധതി CPMനെ അധികാരത്തിലെത്തിക്കുകയല്ല, കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റുകയുമല്ല. അവർ ലക്ഷ്യമിടുന്നത് കൃത്യമായ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി അനുസരിച്ച് അവർക്കറിയാം UDF തന്നെ അധികാരത്തിൽ വരുമെന്ന്. ഇങ്ങനെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വലിയ തോതിൽ ന്യൂനപക്ഷ, പ്രത്യേകിച്ച് മുസ്ലിം ധ്രുവീകരണത്തിന് കാരണമാകുമെന്നും അത് UDFന്റെ ഉയർത്തെഴുന്നേൽപ്പിനും വിജയത്തിനും കാരണമാകുമെന്നും തിരിച്ചറിയാൻ കഴിവില്ലാത്തവരല്ല BJP RSS നേതൃത്വം. ഈ ഓരോ പ്രവൃത്തിയും വെള്ളാപ്പള്ളി നടേശന് കൊടുത്തിരിക്കുന്ന പത്മ പുരസ്കാരം വരെ UDFനുള്ള വോട്ടായി മാറുമെന്ന് തിരിച്ചറിയുക. സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയും ഒരുമിച്ചിറക്കി കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ UDFനുള്ള ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ വീണ്ടും ഉറപ്പിക്കുകയാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് BJP നേതൃത്വം ഇങ്ങനെ പെരുമാറുന്നത്. അവർ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്, UDF എന്തായാലും അധികാരത്തിൽ വരും. ഈ ഗ്യാപ്പിൽ BJP വലിയ നേട്ടമുണ്ടാക്കണം. 10-20 സീറ്റ് BJP സഖ്യ സംവിധാനത്തിൽ ഉണ്ടാക്കിയാൽ ദുർബലപ്പെടുക CPM ആയിരിക്കും, UDF ആയിരിക്കില്ല. അങ്ങനെ ആ പുതിയ ഗെയിം പ്ലാനിൽ BJPക്ക് നിർണായകമായ സ്വാധീനമുണ്ടാവണം. CPMന്റെ വോട്ടുകളായിരിക്കും BJPയിലേക്ക് കൂടുതലായി മാറുക. അത്തരം സാഹചര്യത്തിൽ CPMൽ നിന്ന് വലിയ തോതിൽ ഒരു പ്രവാഹമുണ്ടാവും. ആ പ്രവാഹത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണിത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPMന് ആത്മവിശ്വാസം പകരുക എന്നത് നിർണായകമാണ്. അങ്ങനെ ആത്മവിശ്വാസമില്ലെങ്കിൽ CPMകാർ കൂട്ടത്തോടുകൂടി കോൺഗ്രസിലേക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്കും പോവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് ഒഴുകുന്ന നേതാക്കളിൽ ഭൂരിഭാഗവും UDFിലേക്കാണ്. കൊല്ലം ജില്ലയിലെ CPMന്റെ ഒരു മുതിർന്ന നേതാവ് ഐഷ പോറ്റി അവർ കോൺഗ്രസിലേക്ക് പോയപ്പോൾ മറ്റൊരു നേതാവ് പോയത് മുസ്ലിം ലീഗിലേക്കാണ്. അങ്ങനെ ഈ സമയത്തുണ്ടാവുന്ന എല്ലാ ചലനവും കോൺഗ്രസിനും UDFിനും അനുകൂലമാകും. കാരണം BJPക്ക് വിന്നബിലിറ്റി ഇല്ല. വിന്നബിലിറ്റി ഇല്ലാത്ത ഒരു പാർട്ടിയിലേക്ക് ശക്തരായ നേതാക്കൾ എത്തുകയില്ല. വിന്നബിലിറ്റി തെളിയിച്ചതിന് ശേഷം മാത്രമാണ് ഓപ്പറേഷൻ നടത്തേണ്ടത്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5-8 സീറ്റ് നേടിയാൽ 2020 അടക്കമുള്ള സഖ്യത്തോട് ചേർന്ന് കൂടുതൽ സീറ്റുകൾ നേടിയാൽ വിന്നബിലിറ്റി തെളിയിക്കും. അങ്ങനെ വിന്നബിലിറ്റി തെളിയിക്കുന്ന പാർട്ടിയിലേക്ക് ഒഴുകിയെത്താൻ ജനക്കൂട്ടവും നേതാക്കളും മത്സരിക്കും. അത്തരമൊരു വിന്നബിലിറ്റി തെളിയിച്ചതിന് ശേഷം മാത്രം മതി CPMൽ നിന്നും ആൾപ്രവാഹം, അല്ലെങ്കിൽ CPMകാർ UDFിലേക്ക് പോകും എന്ന ഭയമാണ് BJPയുടെ ഈ തന്ത്രത്തിന് പിന്നിൽ. മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഡൽഹിയിലെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം, സുപ്രീം കോടതി അഭിഭാഷക ഘടകത്തിന്റെ സെക്രട്ടറി, CPMന്റെ ഡൽഹിയിലെ നിറസാന്നിധ്യമാണ് മൊതഹാർ ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മൊതഹാർ ഹുസൈൻ 25 വർഷമായി CPMന്റെ ഡൽഹിയിലെ സാന്നിധ്യമായിരുന്നു. അദ്ദേഹം പോയത് ഇപ്പോൾ SDPIയിലേക്കാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPM ദുർബലമായാൽ CPMലെ പലരും SDPIയിലേക്കും
മുസ്ലിം ലീഗിലേക്കും കോൺഗ്രസിലേക്കും പോകും. കാരണം BJP വിന്നബിൾ പൊസിഷനല്ല. BJPയെ വിന്നബിൾ പൊസിഷനിൽ ആക്കിയതിനു ശേഷം CPM ശിഥിലീകരിച്ചാൽ പാർട്ടി ഘടകം ഒന്നാകെ BJPയിലേക്ക് വരാം. എന്ന് വെച്ചാൽ CPMന്റെ പല ബ്രാഞ്ച് ഓഫീസുകളും കാവിയടിച്ച് അവിടുത്തെ ചെങ്കൊടി മാറ്റി ചെഗുവരയുടെ ചിത്രം മാറ്റി കാവി വെച്ചാൽ മതിയാവും. അത്തരമൊരു സാഹചര്യത്തിൽ CPMനുള്ള ആസ്തികൾ പോലും BJPക്ക് സ്വന്തമാവും. ആ ഒരു സുവർണാവസരത്തിന് വേണ്ടിയാണ് BJP തന്ത്രമൊക്കെ ഒരുക്കുന്നതും കാത്തിരിക്കുന്നതും. വെള്ളാപ്പള്ളി നടേശൻ മുതൽ സുകുമാരൻ നായർ വരെ BJPക്ക് ജയ് വിളിക്കുന്ന കാലം വിദൂരമല്ല. അതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് ഇപ്പോൾ BJP CPMനെ സഹായിക്കുന്നത്. വേണമെങ്കിൽ സ്വന്തം പാർട്ടി തന്നെ തന്റെ കാലശേഷം തനിക്കൊരു സേഫ് എക്സിറ്റ് നൽകിയാൽ തീരെഴുതി തന്നേക്കാം എന്ന ആത്മവിശ്വാസമുള്ള പിണറായി വിജയൻ അതിനുശേഷം പത്മ പുരസ്കാരം വാങ്ങി വിശ്രമ ജീവിതം നയിക്കുന്ന കാലം അതിവിദൂരമല്ല.